കുറച്ചു നാളുകൾക്ക് മുൻപ് ഗുരുവായൂർ അമ്പലനടയിൽ കൈക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പൂക്കെട്ടി വിൽക്കുന്ന അമ്മയുടെ വാർത്ത പലരും ശ്രദ്ധിച്ചു കാണും. ധന്യ ഈ യുവതിയെ കണ്ടതും തൻ്റെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിന് മുല്ലപ്പൂ നൽകാനുള്ള ചുമതല സൂപ്പർ താരം സുരേഷ് ഗോപി രണ്ടാമതൊന്നും ആലോചിക്കാതെ ധന്യയെ ഏൽപ്പിക്കുകയായിരുന്നു. ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടും കഴിഞ്ഞ ദിവസവും ധന്യ പതിവ് പോലെ അമ്പലനടയിൽ കുഞ്ഞുമായി പൂക്കച്ചവടത്തിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വഴിയോര കച്ചവടം നിയന്ത്രണത്തിലായെങ്കിലും ധന്യ കഴിയുന്നത്ര സമയം അവിടെ ചെലവഴിച്ചു. 300 മുഴം പൂവാണ് ഓർഡറായി ലഭിച്ചത്. എന്നാൽ ഒന്നിനും കുറവ് വരരുത് എന്ന് കരുതി ധന്യ കൂടുതൽ പൂവാണ് ഓർഡർ ചെയ്ത് നൽകിയത്. അതിനു പുറമെ മറ്റൊരു സർപ്രൈസ് കൂടി ധന്യക്ക് കിട്ടിയ ഓർഡർ പ്രകാരം ധന്യ കോയമ്പത്തൂരിൽ നിന്നും പൂ ഓർഡർ ചെയ്തിരുന്നു. എല്ലാം കെട്ടിയൊരുക്കി എന്ന് ഉറപ്പുവരുത്തുന്ന തിരക്കിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തലേന്ന് ധന്യ. എന്നാൽ അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി തന്റെ ചുമതലയിൽ വന്നെത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ധന്യ തന്നെയാണ് ഇവിടേക്കുള്ള റോസാ പുഷ്പങ്ങളുടെ ഓർഡറും ഏറ്റെടുക്കുക. അതായത് പ്രധാനമന്ത്രി വധൂവരന്മാരെ അനുഗ്രഹിക്കാനുള്ള പൂക്കളാണിത്. ഇതളുകളായി വേണം ഈ പുഷ്പങ്ങൾ എത്താനെന്ന് പ്രത്യേകം നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും കുടുംബവും ഗുരുവായൂർ സന്ദർശിച്ചിരുന്നു. മാത്രവുമല്ല, താരങ്ങളായ പലരും അവർക്കൊപ്പം ഗുരുവായൂർ ദർശനത്തിനെത്തി. ബിന്ദുജ മേനോൻ, ഭാഗ്യലക്ഷ്മി, സുകന്യ എന്നിവരും സന്ദർശകരിൽ ഉൾപ്പെടും. ശ്രേയസ് മോഹനാണ് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വരൻ. ബിസിനസ്സുകാരനാണ്. പ്രണയവിവാഹമാണ് ഇരുവരുടേതും. സംഗീത് ഹൽദി ചടങ്ങുകൾ കെങ്കേമമാക്കി നടത്തിയിരുന്നു. ഇവയുടെയും താരസാന്നിധ്യം ശ്രദ്ധേയമായി. വിവാഹത്തലേന്ന് തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടാൻ എത്തിച്ചേർന്നിരുന്നു. ജയറാം, ദിലീപ് എന്നിവരും അതിഥികളായുണ്ടായിരുന്നു. നേരത്തെ ദിലീപും ഭാര്യ കാവ്യമാധവനും സുരേഷ് ഗോപിയുടെ വീട്ടിൽ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹത്തിന് മുൻപുള്ള ആഘോഷങ്ങൾ അരങ്ങേറിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.